ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബിൾസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ചക്ക വരട്ടാൻ വേണ്ടി പോവുകയാണ്. നാട്ടിൽ നിന്ന് ചക്ക കൊടുന്നിട്ടുണ്ടായിരുന്നു. നല്ല പഴുത്തിട്ട് തന്നെ കൊടുന്നിട്ടുണ്ടായിരുന്നു. ഒരു ക്രഞ്ചി ആയിട്ട് ഇങ്ങനെ കടിച്ചിട്ട് തിന്നാൻ പറ്റണം അത്ര നല്ല മധുരമായിട്ട് അങ്ങനെ കൊടുന്നതാട്ടാ. പക്ഷേ ഈ പ്ലാസ്റ്റിക് കവറിലാക്കി ഇട്ടിട്ടും അത് ഇവിടെ എത്തുമ്പോഴത്തേനും നല്ലാണ്ട് പഴുത്ത്, നല്ല പഴുത്ത്. അപ്പോൾ അത് കഴിക്കാൻ നമ്മൾക്ക് ആ ക്രഞ്ചി ആയിട്ട് ഇങ്ങനെ കടിച്ച് കടിച്ച് തിന്നണ ആ അതില്ല. പക്ഷേ അത് നല്ല പഴുത്തപ്പോൾ ഒരു നമുക്കൊരു ഇത്. അപ്പോൾ ഞാനെന്ത് ചെയ്ത് അത് വിരകാന്ന് വിചാരിച്ച് പുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വന്ന വഴിക്ക് തന്നെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ച്. അപ്പോൾ പുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് വിരകാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് എങ്ങനെയാണ് വിരകണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അധികം സാധനങ്ങളൊന്നുമില്ല, 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള അത് മാത്രം. കുറേ കാലം ഇരിക്കും. നമുക്ക് അട ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ട പോലെ, കുഴക്കട്ട പോലെ ഉണ്ടാക്കുക, അങ്ങനെ പല പായസം ഉണ്ടാക്കുക. ഇതൊക്കെ വിരകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ തേങ്ങാപ്പൂളും ചേർത്തിട്ട് കഴിക്കുക. അങ്ങനെ ഞാനിത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നെയ്യ് ഒഴിച്ച് ശർക്കര അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കലുണ്ട്. ഇതിൽ ഞാൻ തേങ്ങാപ്പാൽ ചേർക്കണില്ല. തേങ്ങാപ്പാൽ ഇല്ലാണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. വായോ. ചക്ക വരട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചക്ക എടുത്ത് വെച്ചിട്ട് നല്ല പഴുത്ത ചക്കയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പാത്രം എടുത്ത് വെച്ചതിൻ്റെതായിട്ട് പിന്നെ മീതെ ഇതിൽ വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് വേവിച്ച് നന്നായി ഉടച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെന്തതിന് ശേഷം കാരണം അത് വെന്ത് അതിലേക്ക് ഞാൻ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം അടുപ്പിൽ വെച്ച് വീണ്ടും നന്നായി ഇളക്കി നമ്മൾ കുറുക്കിയെടുത്ത് ഇങ്ങനെ കട്ട പരുവത്തിൽ എടുക്കണം. നല്ല ചില്ലറ പണിയല്ല നമ്മുടെ ചക്ക വരട്ടണത്. പലതരത്തിൽ ചക്ക വരട്ടാറുണ്ട്. ഞാൻ ഇതിൽ നെയ്യും ശർക്കരയും ചക്കയും കൂടിയിട്ട് മാത്രമായിട്ടാണ് ഇപ്രാവശ്യം ഞാൻ വരട്ടിയെടുക്കുന്നത്. അത് ആകെ പൊട്ടിത്തെറിച്ച് അടുപ്പിൻ്റെ മീതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവിടെ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളി ഫ്രഷ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 250 നെയ്യ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുളിക്കണക്കാട്ട് മുന്നെയാണ് ഈ പണിക്ക് നിൽക്കുന്നത്. കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ വേർപ്പ്, ഇപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ അല്ല. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ തേച്ച് തലയിലിട്ടിട്ട് ഈ പണിക്ക് നിൽക്കുകയാണ്. അങ്ങനെ ഇളക്കാനുള്ളതല്ല, ഇളക്കി കുറുക്കി എടുക്കുകയാണ് നമ്മുടെ ചക്ക വരട്ടിയത്. അപ്പോൾ ഇനിയും പാകമുണ്ട് കേട്ടോ. പാകമായിട്ട് തുടങ്ങി വരുന്നുണ്ട്. നന്നായി ഇങ്ങനെ കുറുകിയിട്ട് നമ്മുടെ നെയ്യും ശർക്കരയും ചക്കയും കൂടി നന്നായി മിക്സായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായി നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ മരത്തവിയേറ്റും, ഉരുളിയിലാണെങ്കിൽ നമ്മുടെ തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കി എടുക്കണം. കണ്ടിലെത്തി നല്ല തിക്കായി വന്ന് തുടങ്ങിന്. അരിയിൽ നിന്നൊക്കെ നെയ്യ് ഇങ്ങനെ കണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും തിക്കാവണം. ഇനിയും കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ ഇളക്കിയിട്ട് അത് നന്നായി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ സ്ലിമ്മിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഓഫായിട്ട് നന്നായി തിക്കായിട്ടുണ്ട്. നമ്മുടെ ചക്ക വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ ചക്ക വരട്ടിയത്.